25,000 രൂപ കയ്യിലുണ്ടെങ്കിൽ ഏതൊരാൾക്കും വളരെ ഈസിയായി തുടങ്ങാൻ പറ്റിയ ഒരു സംരംഭമാണ് ഈ പ്രൊഡക്റ്റ് വിൽക്കുക എന്നുള്ളത്. നമസ്കാരം, ഫൗണ്ടേഴ്സ് സർക്കിളിലേക്ക് ദിലീപ്ജിക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ താങ്കളുടെ ഒരു പുതിയ ആശയമാണ് അല്ലെ, നിങ്ങളുടെ റിങ്മി എന്നുള്ള ആപ്പ്. അപ്പൊ ഈ എന്താണ് റിങ്മി, എന്താണ് നിങ്ങൾ അതുകൊണ്ട് മീൻ ചെയ്തിരിക്കുന്നത്, എന്താണ് അത് നമ്മൾക്ക്, അതായത് അല്ലെങ്കിൽ ഒരു കസ്റ്റമേഴ്സിന് എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, എന്താണ് അതിന്റെ ബെനിഫിറ്റ്സ്? റിങ്മി ഒരു സ്മാർട്ട് QR കോഡ് കിറ്റ് ആണ്. രണ്ട് രീതിയിൽ അത് വർക്ക് ചെയ്യുന്നത്. QR കോഡ് വെച്ചിട്ടും NFC ടാപ്പിംഗ് വെച്ചിട്ടുമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി QR കോഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് പല രീതിയിൽ ഇതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമുക്ക് വീഡിയോ കോൾ ചെയ്യാം, ഓഡിയോ കോൾ ചെയ്യാം, മെസ്സേജ് ചെയ്യാം, വെർച്വൽ കോൾ, അങ്ങനെ മൾട്ടിപ്പിൾ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ സെയിം പ്രോഡക്റ്റ് തന്നെ നമുക്കൊരു ഡിജിറ്റൽ ബിസിനസ് കാർഡ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇത് ലൈഫിൽ ഇതിന്റെ യൂസ് എങ്ങനെയാണ് വരുന്നത് വെച്ചെങ്കിൽ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും പല സിറ്റുവേഷനിലും നമ്മൾ സേഫ് അല്ലാത്ത സ്ഥലങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്ത് വരാറൊക്കെ ഉണ്ട്. അത്തരം സിറ്റുവേഷനിൽ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടും ആവാറുണ്ട്. ഇപ്പൊ മറ്റുള്ളവരിങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് പോയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ മണിക്കൂറുകളോളം പോസ്റ്റ് ആവേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ സിറ്റുവേഷൻസ് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. അപ്പൊ അതിനുള്ള ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഒരു ഡ്രൈവർ ആണെങ്കിലും അല്ലെങ്കിൽ വെഹിക്കിൾ ഓണർ ആണെങ്കിലും നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഇത്തരം ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഈ പ്രോഡക്റ്റിന്റെ ആദ്യത്തെ പർപ്പസ് വരുന്നത്. നമ്മുടെ വണ്ടിയുടെ അടുത്തൊരു വണ്ടി ഫയർ ആയി എന്ന് വിചാരിക്കും. അപ്പൊ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് വിളിച്ച് പറയണം, ചേച്ചിയുടെ വണ്ടിയുടെ അടുത്ത് ഫയർ ആയിരിക്കണം, ഒന്ന് വണ്ടി ഒന്ന് മാറ്റിയിട്ട് കൊടുക്കണം എന്നൊക്കെ പറയണമെങ്കിലും നമ്മൾ ഈ ഒരു QR കോഡ് വണ്ടിയുടെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കാണുന്ന ഒരാൾക്ക് നമ്മളതിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതിന് വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് കൊണ്ട് ഒരിക്കലും നമ്മുടെ പ്രൈവസീനെ അത് എഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ അതും കൂടി ഇതിന്റെ സ്പെഷ്യാലിറ്റിയാണ്. ഈ വിളിക്കുന്ന ആൾക്ക് ഒരു രീതിയിലും നമ്മുടെ ഇൻഫർമേഷൻസ് ഒന്നും അവൈലബിൾ ഒന്നും കിട്ടില്ല. അതിൽ വീഡിയോ കോൾ, ഓഡിയോ കോൾ, മെസ്സേജ് എന്ന് പറയുന്ന 3 ഓപ്ഷൻസ് നമ്മുടെ ഫോണിൽ മൊബൈൽ ആപ്ലിക്കേഷനിലേക്കാണ് വരിക. അത് കൂടാതെ വെർച്വൽ കോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ ഫോൺ നമ്പറിലേക്കാണ് വരിക എങ്കിൽ പോലും നമുക്ക് ഈ ആമസോൺ എന്നൊക്കെ ഡെലിവറി ബോയ്സ് ഒക്കെ വിളിക്കുന്ന പോലെ മാസ്ക് ചെയ്തിട്ടാണ് ആ കോൾ വരിക. അപ്പൊ ഈ സിറ്റുവേഷൻ ഒന്നും വരില്ല. പിന്നെ നമ്മൾ ഡിജിറ്റൽ ബിസിനസ് കാർഡ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ വിളിക്കുന്ന ആൾക്ക് നമ്മുടെ കോൺടാക്ട് കിട്ടുള്ളൂ. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് അത് എനേബിൾ ചെയ്യണോ ഡിസേബിൾ ചെയ്യണോ എന്നൊക്കെ നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. അപ്പൊ അതിൽ ആ പ്രൈവസി അഷോർഡ് ആണ്. പിന്നെ ഇതിന് വേറെ യൂസ് കേസ് എന്ന് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകളിൽ ഒരു ഡോർ ഫോൺ ആയിട്ട് ഗേറ്റിലോ ഡോറിലോ ഒക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പല സമയങ്ങളിലും ഡേ ടൈമിൽ വീട്ടിൽ ആളുണ്ടായിക്കൊള്ളണമെന്നില്ല. അത്തരം സമയത്ത് ഏതെങ്കിലും വിസിറ്റേഴ്സ് വരുന്ന സമയത്ത് അവർക്ക് വളരെ ഈസി ആയിട്ട് സ്കാൻ ചെയ്തിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാം. വേറെ സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലൊരു അഗ്രസീവ് ആയിട്ടുള്ള ഡോഗ് ഉണ്ട്, ആൾക്കാർക്ക് ഗേറ്റ് വരെ വരാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ ഇതുപോലെ നമുക്ക് പ്രത്യേകിച്ച് ഹാർഡ്വെയറോ അല്ലെങ്കിൽ ഒരു നെറ്റ് വയറിങ്ങോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. മൂന്നാമത് ഈ പ്രോഡക്റ്റ് തരുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പീസ് ഓഫ് മൈൻഡ് തരുന്നുണ്ട് ഈ പ്രോഡക്റ്റ്. കാരണം നമ്മുടെ മിസ്സാവാൻ സാധ്യതയുള്ള സാധനങ്ങളിൽ, ലോസ്റ്റ് ആവാൻ സാധ്യതയുള്ള സാധനങ്ങളിൽ നമുക്ക് ഈ QR കോഡ് സ്റ്റിക്ക് ചെയ്യാം. എക്സാമ്പിൾ നമ്മളെ കീ, വാലറ്റ് ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഒരു കീ ഒക്കെ കണ്ടുകിട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചെങ്ങനെ ഏൽപ്പിക്കുക എന്നുള്ള ടെൻഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ആൾക്കാർക്ക് നമ്മളെ വളരെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ പേഴ്സണലി നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇത് കൊടുക്കുക എന്നുള്ളത്. അതിനുള്ള പെർഫെക്റ്റ് സൊല്യൂഷൻ ആണ് റിങ്മി. അപ്പൊ നമ്മളിപ്പോ QR കോഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫോൺ നമ്പറും ഒന്നും പുറത്ത് ലീക്ക് ഔട്ട് ആവുന്നില്ലല്ലോ. വളരെ സേഫ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ ആർക്കെങ്കിലും പ്രൈവറ്റ്ലി ഒരു നമ്പർ ഇപ്പൊ ടെമ്പററി ഇപ്പൊ ആരെങ്കിലും നമ്മളോടൊക്കെ നമ്പർ ചോദിക്കണം, അവർക്ക് നമ്പർ നമുക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിലും ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ അവർക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഈ കോൾ കട്ട് ചെയ്യാനോ ഈ നമ്പർ ഒഴിവാക്കാനോ പറ്റും. നമ്മളുടെ മെയിൻ ഫോൺ നമ്പറൊക്കെ ആണെങ്കിൽ അത് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ അത്ര സിറ്റുവേഷൻ ടെമ്പറലി ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഈ സാധനം നമുക്ക് പ്രൈവറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സെയിം പ്രോഡക്റ്റ് തന്നെ നമുക്കൊരു ഡിജിറ്റൽ ബിസിനസ് കാർഡ് ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ മീറ്റിങ്ങിനോ ഒരു നെറ്റ്വർക്കിങ്ങിനോ പോകുന്ന സമയത്തേക്ക് ആർക്കെങ്കിലും നമുക്കിപ്പോൾ ചില സമയത്ത് നമ്പർ സേവ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പോസിബിൾ ആവില്ല. ആ സമയത്ത് നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കാർഡ് കൊടുത്താലും നമ്മളെ കാർഡൊക്കെ എത്ര പേര് നമ്മൾ നോക്കും, നമ്മുടെ കയ്യിൽ കാർഡ് കിട്ടിയാലും നമ്മുടെ മിസ്സാവും. ഓക്കെ. ഇതിന് വേറൊരു ഗുണം കൂടി ഉണ്ട്. ഇതിലെന്താ, സാധാരണ ഡിജിറ്റൽ ബിസിനസ് കാർഡ് ആണെങ്കിൽ നമ്മൾ ഫിസിക്കൽ കാർഡ് കീപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഈ ഒരു പ്രോഡക്റ്റിന് അതിന്റെ പോലും ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള ഒരു കീല് പോലുള്ള ഈ QR കോഡ്സിനെ നമുക്ക് ഡിജിറ്റൽ ബിസിനസ് കാർഡായിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ള സ്പെഷ്യാലിറ്റി കൂടി ഇതിനുണ്ട്. ദിലീപായി, താങ്കളെ കണ്ടതിന് ശേഷം ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു സംഗതിയാണ്, ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് എന്തുകൊണ്ട് മുമ്പ് വന്നില്ല എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുന്നംകുളത്തെ ഒരു വീടിന്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട്, ഈ ഗേറ്റ് തുറക്കുന്നതിന് വേണ്ടി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താന്നുള്ളത്. അദ്ദേഹത്തിന്റെയോ ഭാര്യയുടെയോ മക്കളുടെ നമ്പർ ആയിരിക്കും അത്. സത്യത്തിൽ ആ നമ്പർ അവിടെ റിവീൽ ചെയ്യേണ്ടതില്ല താങ്കളുടെ പ്രൊഡക്റ്റ് കയ്യിലുണ്ടെങ്കിൽ. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും ആവശ്യമുള്ള പ്രൊഡക്റ്റാണ്, സാധാരണക്കാരിൽ എത്താവുന്ന റീച്ചബിൾ ആയിട്ടുള്ള ഒരു പ്രൈസേ നിങ്ങൾ ഇട്ടിട്ടുള്ളൂ. ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു മാർക്കറ്റ് രീതി നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഒന്ന് നോക്കുമ്പോൾ അറിയാം. സാധാരണ എന്താ വെച്ചാൽ ഈ പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് നമുക്ക് ആൾക്കാർക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള ഒരു ഡെമോ QR കോഡ് ജസ്റ്റ് കസ്റ്റമർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഫീച്ചേഴ്സ് എല്ലാതും മനസ്സിലാവും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് അവരുടെ ലൈഫിൽ യൂസ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ
ഈ സെല്ല് ചെയ്യുന്ന ആൾക്ക് പറയേണ്ട ആവശ്യമുള്ളൂ. രണ്ടാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് ആരോട് വേണമെങ്കിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം. എല്ലാവരുടെ ലൈഫിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ സെയിൽസിൽ മറ്റേ വെഹിക്കിളോ ലോണോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ബിസിനസിന്റെ ഒപ്പം തന്നെ ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പ്രോഡക്റ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിന് അവർക്കത് വളരെ ഈസി ആയിട്ട് സെല്ല് ചെയ്യാനും പറ്റും. അപ്പോൾ 2 രീതിയിലുള്ള ബെനിഫിറ്റ് ആണ് അവർക്ക് കിട്ടുക. ഒന്നെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്, ഈ പ്രോഡക്റ്റ് കാണിച്ച് അവരുടെ മെയിൻ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റും. അതല്ലെങ്കിൽ മെയിൻ പ്രോഡക്റ്റ് ബിസിനസ് നടന്നില്ലെങ്കിലും അതിന്റെ എക്സ്പെൻസും ബാക്കി കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയും ചെയ്യാം. അതായത് ഫോൺ നമ്പർ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത, ഇപ്പൊ എന്റെ ഫോൺ നമ്പർ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളത് സാധ്യമല്ല. എന്റെ വണ്ടിയുടെ ബാക്കിലൊന്നും എന്റെ ഫോൺ നമ്പർ വെക്കാൻ പറ്റില്ല. അപ്പോൾ ആളുകൾ എനിക്ക് വിളിക്കൂലേ, അപ്പോൾ വിളിക്കുന്ന ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവാം. അപ്പോൾ ചില സമയങ്ങളിൽ എനിക്ക് കോള് വരേണ്ടതായിട്ടുണ്ട്. എൻ്റെ വീട്ടിലൊരാൾ വന്നിട്ട് എൻ്റെ നമ്പർ എഴുതി വെക്കാതെ, എൻ്റെ വൈഫിൻ്റെ നമ്പർ കൊടുക്കാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ നമ്പർ കൊടുക്കാതെ ഈ കോഡ് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇത് വിൽക്കാൻ എനിക്ക് തോന്നുന്ന കേട്ടോ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാൾക്ക് ഇത് വിൽക്കാൻ പറ്റും. ഈ ഓട്ടോ മേടിക്കുന്ന ആൾ എനിക്ക് ഒരു കോള് വന്നു, ഒരാളുടെ എൻക്വയറി. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഓട്ടോ മേടിക്കുന്ന ആൾക്കാരായിട്ട് സംസാരിക്കുന്ന ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഈ പ്രോഡക്റ്റ് ഞാൻ ഉള്ളിൽ ഡിസ്പ്ലേ ചെയ്തോട്ടെ. എനിക്ക് എന്താ വെച്ചാൽ അത്രയും നേരം ആളെ സംസാരിക്കാൻ കിട്ടും. കാരണം ആ സമയത്ത് അവർ സാധാരണ എൻഗേജ്ഡ് ആവില്ല. അപ്പോൾ സംസാരിക്കുന്ന ഒരു ടോപ്പിക്ക് കിട്ടുകയാണ്, എനിക്ക് ഉറപ്പാണ് പ്രോഡക്റ്റ് സെല് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞിട്ട് ഒരു ഓട്ടോ ഡ്രൈവർ എന്നെ വിളിച്ചിട്ട് 25,000 രൂപ കയ്യിലുണ്ടെങ്കിൽ ഏതൊരാൾക്കും വളരെ ഈസി ആയി തുടങ്ങാൻ പറ്റിയ ഒരു സംരംഭമാണ് ഈ പ്രൊഡക്റ്റ് വിൽക്കുക എന്നുള്ളത്. വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഗുണം എന്ന് വെച്ചാൽ ആൾക്കാർ കൺഫ്യൂഷൻ ഉള്ളതാണ്, ഈ വിളിക്കുന്ന ആൾക്ക്, സ്കാൻ ചെയ്ത് വിളിക്കുന്ന ആൾക്ക് ഏതെങ്കിലും രീതിയിൽ ആപ്ലിക്കേഷൻ വേണമെന്ന് അതിന്റെ ആവശ്യമില്ല. ഏതെങ്കിലും ഒരു QR കോഡ് സ്കാനർ, ഈവൻ ഗൂഗിൾ പേയുടെ സ്കാനർ യൂസ് ചെയ്തിട്ട് പോലും ഇവർക്ക് വിളിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം. ഈ ഒരു ഇന്നോവേഷനെ ഒരുപാട് ആളുകൾക്ക് ഒരുപോലെ പ്രയോജനപ്പെടുന്നതും നമ്മുടെ ഓരോ സാധാരണക്കാരനും ഉപയോഗപ്പെടുന്നതും, അല്ലെങ്കിൽ ഒരു ബിസിനസ് താല്പര്യമുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്യണം എന്ന വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്കും ഇത് വിൽക്കാൻ പറ്റും. സിമ്പിൾ ആപ്ലിക്കേഷനാണ്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ നമ്പർ കമന്റിൽ കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കുക, ഇതിന്റെ ഡീലർഷിപ്പ് എടുക്കുക, എന്നിട്ട് കുറെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഈ പ്രൊഡക്റ്റ് കൊടുക്കുക. നമുക്കും ചെറിയൊരു വരുമാനം കിട്ടുന്ന രീതിയിൽ ഇതിനെ വളർത്തിക്കൊണ്ടുപോകാൻ പറ്റും. ഫൗണ്ടേഴ്സ് സർക്കിളിന്റെ ഫൗണ്ടറാണ്, ഇദ്ദേഹത്തിന്റെ സംരംഭമാണ് റിങ്മി എന്ന് പറഞ്ഞാല്. റിങ്മി നിങ്ങളുടെയൊക്കെ നാട്ടിലേക്ക് ഇനി അതിദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഈ ഒരു QR കോഡും സ്കാനറും കാണാൻ കഴിയും. എല്ലാ വീടിന് മുമ്പിലും കാണാൻ കഴിയട്ടെ. എല്ലാ വണ്ടികളുടെ പുറകിലും നമുക്ക് അങ്ങനെ ഒട്ടിച്ച് ചെയ്യാൻ പറ്റും. പല സെലിബ്രിറ്റികളും ഇത് ആവശ്യപ്പെടുന്നുണ്ട്. അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്പർ കൊടുക്കാതെ തന്നെ നമ്പറിലേക്ക് വിളിക്കാവുന്ന ഒരു സംവിധാനമാണ്, ലളിതമായി പറഞ്ഞാൽ റിങ്മി. അപ്പോൾ റിങ്മി പടർന്നു പരക്കട്ടെ. കേരളത്തിലല്ല, കേരളത്തിന് പുറത്തേക്കും ഒരുപാട് ആളുകൾക്ക് എത്തട്ടെ. നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് വലിയൊരു വിജയമായി തീരും. താങ്ക് യു സോ മച്ച്.